IPL ആരാധകർ കാത്തിരുന്ന ദിനം ഇന്നാണ്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരത്തിന് ഇന്നിറങ്ങും. മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ് 2 കളിയിൽ തോറ്റു നിൽക്കുന്ന മുംബൈയുടെ എതിരാളികൾ. രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കലിപ്പിൽ നിൽക്കുന്ന ആരാധകർ ഹാർദിക്കിനെ എങ്ങനെയാകും മുംബൈയിൽ വരവേൽക്കുക എന്ന് കാണാനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്. तब भाई पूरा का पूरा क्राउड रोहित शर्मा लगातार चिल्ला रहा है. ആദ്യ 2 മത്സരങ്ങൾ എവേ ഗ്രൗണ്ടിൽ കളിച്ച മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയെ കൂവി വിളിച്ചും രോഹിത്തിനെ കയ്യടികളോടുകൂടിയായിരുന്നു ആരാധകർ സ്വീകരിച്ചത്. എവേ ഗ്രൗണ്ടിലെ പ്രതികരണം ഇങ്ങനെയായിരുന്നെങ്കിൽ മുംബൈയിൽ ഹാർദിക്കിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മുംബൈ നായകനായി ഹാർദിക് ഹോം ഗ്രൗണ്ടിലിറങ്ങുന്ന ആദ്യ മത്സരമാണ് ഇന്നത്തേത്. 2013 മുതൽ 2023 വരെ മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ്. ഈ കാലയളവിനിടയിൽ IPL-ൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത് മറ്റൊരു താരത്തിന് കീഴിൽ കളിച്ചത് ഒരേ ഒരു മത്സരത്തിലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മുംബൈയുടെ മുൻ നായകരായ സച്ചിൻ ടെണ്ടുൽക്കറോ റിക്കി പോണ്ടിങ്ങോ ആകാം രോഹിത്തിനെ നയിച്ചതെന്നാകും ഭൂരിഭാഗം പേരും ചിന്തിക്കുക. മറ്റൊരു ഇന്ത്യൻ താരത്തിന് കീഴിലാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി രോഹിത് വാങ്കഡയിൽ കളിച്ചിട്ടുള്ളത്. മുംബൈയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ സൂര്യകുമാർ യാദവാണ് രോഹിത്തിന്റെ ആ നായകൻ. 2023-ലെ IPL സീസണിലായിരുന്നു രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവിന് കീഴിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി വാങ്കഡയിൽ കളിച്ചത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിംഗ് 11-ൽ രോഹിത്തിന്റെ പേരുണ്ടായിരുന്നില്ല. IPL-ൽ ആരാധകർ കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിനാണ് മാർച്ച് 24-ന് കളമൊരുങ്ങിയത്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിട്ടപ്പോൾ അതിന് പ്രത്യേകത ഏറെയായിരുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയപ്പോൾ ടീമിന്റെ നായക സ്ഥാനത്ത് രോഹിത്തിന് പകരം ഹാർദിക് പാണ്ഡ്യയാണ് ഉണ്ടായിരുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ നായകനായ ഹാർദിക് ആദ്യ മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ തന്റെ മുൻ ടീമായ ഗുജറാത്തിനെതിരെയാണെന്നതും കൗതുകമായിരുന്നു. 2012 മുതലുള്ള ഒരു സീസണിലും മുംബൈ ഇന്ത്യൻസ് ആദ്യ കളിയിൽ ജയിച്ചിട്ടില്ല. ഈ ചരിത്രം തിരുത്താനും ഹാർദിക്കിനും കഴിഞ്ഞില്ല. 2020-ലെ ലോക 1-ാം നമ്പർ താരം സൂര്യകുമാർ യാദവ് ഇല്ലാതെയാണ് മുംബൈ IPL-ൽ 17-ാം സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങിയത്. രോഹിത് ശർമ്മ പുതിയ വേഷത്തിൽ മുംബൈ ജേഴ്സി ഇറങ്ങുന്നു എന്ന് തന്നെയായിരുന്നു അന്നത്തെ മറ്റൊരു പ്രത്യേകത. നായകസ്ഥാനം നഷ്ടപ്പെട്ട രോഹിത് മുംബൈ ടീമിൽ കളിച്ചിരുന്നു. 2008 മുതൽ 2010 വരെ IPL-ൽ ഡെക്കാൻ ചാർജേഴ്സിന്റെ താരമായിരുന്നു രോഹിത് ശർമ്മ. 2011-ലാണ് മുംബൈ ഇന്ത്യൻസിൽ എത്തുന്നത്. തുടർന്നിങ്ങോട്ട് ടീമിന്റെ അവിഭാജ്യ ഘടകമായ അദ്ദേഹം 199 IPL മത്സരങ്ങളിൽ നിന്ന് 5084 റൺസാണ് മുംബൈ ഇന്ത്യൻസിനായി നേടിയത്. 29.39 ബാറ്റിംഗ് ശരാശരിയും 129.86 ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റുമാണ് മുംബൈക്കൊപ്പം IPL-ൽ രോഹിത്തിനുള്ളത്. ഒരു സെഞ്ചുറിയും 34 അർദ്ധ സെഞ്ചുറികളും അർവർക്കായി അദ്ദേഹം നേടിയിട്ടുണ്ട്. 109 ഉയർന്ന സ്കോർ. 2013 സീസണിന്റെ പാതി വഴിയിൽ വെച്ച് റിക്കി പോണ്ടിങ്ങിൽ നിന്നാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത്. ആ സീസണിൽ മുംബൈയെ അവരുടെ ആദ്യ IPL കിരീടത്തിലേക്ക് നയിച്ച രോഹിത് പിന്നീട് 2015, 2017, 2019, 2020 സീസണുകളിലും ടീമിനെ IPL ചാമ്പ്യന്മാരാക്കി. 2 തവണ രോഹിത്തിന് കീഴിൽ പ്ലേ ഓഫിലെത്താനും മുംബൈ ഇന്ത്യൻസിനായി. ഈ സീസണ് മുന്നോടിയായി ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൽ തിരിച്ചെത്തിയതോടെയാണ് രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെട്ടത്. 5 IPL കിരീടങ്ങൾ കൂടാതെ 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും മുംബൈ ഇന്ത്യൻസ് ജേഴ്സിയിൽ രോഹിത് നേടിയിട്ടുണ്ട്. 2011, 2013 വർഷങ്ങളിലായിരുന്നു അത്. ഇതിൽ 2013-ൽ മുംബൈ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയത് രോഹിത്തിന് കീഴിലാണ്. മുംബൈ ഇന്ത്യൻസിനായി മൊത്തം 208 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രോഹിത് ശർമ്മ 5357 റൺസും നേടി. ടീമിന്റെ എക്കാലത്തെയും റൺ വേട്ടക്കാരനും മറ്റാരുമല്ല. എന്നാൽ അന്ന് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരുന്നു രോഹിത്തിനെ അന്ന് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കളി തുടങ്ങിയപ്പോൾ ഇഷാൻ കിഷനൊപ്പം ഇന്നിംഗ്സ് ഓപ്പണർ ചെയ്യാനെത്തി രോഹിത് ആരാധകരെ അമ്പരിപ്പിച്ചു. 13 ബോളിൽ 20 റൺസായിരുന്നു അന്നത്തെ മത്സരത്തിൽ രോഹിത്തിന്റെ സമ്പാദ്യം. ടീം ഫീൽഡിൽ ഇറങ്ങിയപ്പോഴും രോഹിത് ഉണ്ടായിരുന്നെങ്കിലും സൂര്യകുമാർ യാദവ് ആയിരുന്നു നായകൻ. രോഹിത് മുംബൈ നായക സ്ഥാനം ഒഴിയുമ്പോൾ സൂര്യകുമാറും നായകനായി എത്തുകയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചായിരുന്നു ഹാർദിക് മടങ്ങിയെത്തിയത്.